മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താനുള്ള നീക്കങ്ങൾ നടക്കുകയാണ്. പുതിയൊരു മുഖ്യമന്ത്രിയെ കണ്ടെത്താനുള്ള ശ്രമം പരാജയപ്പെട്ടതോടെയാണ് BJPയുടെ പുതിയ നീക്കം. ഗവർണർ ഉടൻ രാഷ്ട്രപതിക്ക് റിപ്പോർട്ട് നൽകിയേക്കുമെന്നറിയുന്നു. ജോയ്സ് ഡാനിയൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ജോയ്സ് ഡാനിയൽ, മെയ്തി വിഭാഗത്തിനും കുക്കി വിഭാഗത്തിനും പൊതുസമ്മതനായ ഒരു മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ കഴിയാത്തതാണോ രാഷ്ട്രപതി ഭരണത്തിലേക്ക് BJP നയിക്കുന്നത് മണിപ്പൂരിൽ? ജോയ്സ് ഡാനിയൽ. അരുൺകുമാർ, മണിപ്പൂരിൽ ബിരേൻ സിംഗ് സർക്കാർ രാജിവെച്ചെങ്കിൽ പോലും പകരം ഒരു മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ ഇതുവരെ BJP കഴിഞ്ഞിട്ടില്ല. BJPയുടെ കേന്ദ്ര നേതൃത്വം തന്നെ നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടായിരുന്നു. അവിടേക്ക് BJPയുടെ ഉയർന്ന നേതാവ് സാംബിത് പത്രയെ തന്നെ അയക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സാംബിത് പത്ര വിവിധയിടങ്ങളിൽ MLA-മാരുമായി ചർച്ചകൾ നടത്തിയെങ്കിൽ പോലും മണിപ്പൂരിന് പൊതുവെയുള്ള എല്ലാ വിഭാഗങ്ങൾക്കും സ്വീകാര്യനായ ഒരാളെ കണ്ടെത്താൻ BJP കഴിഞ്ഞിട്ടില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് BJP രാഷ്ട്രപതി ഭരണത്തിലേക്ക് പോകാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇന്ന് സാംബിത് പത്ര ഗവർണർ അജയ് ഭല്ലയെ കണ്ടിരുന്നു. ഒപ്പം തന്നെ BJPയുടെ സംസ്ഥാന അധ്യക്ഷയും ഈ ഒരു യോഗത്തിൽ ഉണ്ടായിരുന്നു. ഇവരൊക്കെ തന്നെ സംസാരിച്ചപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്നത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയേക്കാം എന്നുള്ള രീതിയിലേക്കുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഗവർണർ ഇത് സംബന്ധിച്ച ഒരു റിപ്പോർട്ട് ആഭ്യന്തര മന്ത്രാലയത്തിന് കൈമാറും. പിന്നീട് രാഷ്ട്രപതിയാണ് ഈ വിഷയത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ആർട്ടിക്കിൾ 356 ഉപയോഗിച്ചുകൊണ്ട് മണിപ്പൂരിലെ ഭരണം മിക്കവാറും രാഷ്ട്രപതി ഏറ്റെടുക്കാനുള്ള സാധ്യതയാണ് നിലവിൽ കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. പ്രധാനമായും വൈ ഖേംചന്ദ് എന്നൊരു MLA-യുടെ പേരാണ് അവിടെ കേട്ടുകൊണ്ടിരുന്നത്. RSSനും ഒപ്പം തന്നെ കുക്കി വിഭാഗത്തിനും ഒരുപോലെ പ്രിയപ്പെട്ട ആളായിരുന്നു. അയാളുടെ പേരാണ് അവസാന നിമിഷം വരെ കേട്ടിരുന്നെങ്കിൽ പോലും ഏറ്റവും ഒടുവിൽ വൈ ഖേംചന്ദിനെ തള്ളുകയാണ് ഇപ്പോൾ BJP ചെയ്തിരിക്കുന്നത്. കുക്കി വിഭാഗം പറയുന്നത് പ്രധാനമായും അവിടെ ഇനി മറ്റൊരു ഭരണ സംവിധാനത്തിന്റെ ആവശ്യമില്ല, രാഷ്ട്രപതി ഭരണം തന്നെ മതി എന്നുള്ള നിലപാടാണ് കുക്കി വിഭാഗത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രപതി ഭരണത്തിലേക്കാണ് കാര്യങ്ങൾ നിലവിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഉടനെ തന്നെ ഗവർണർ റിപ്പോർട്ട് സമർപ്പിക്കും. അങ്ങനെയാണെങ്കിൽ രാഷ്ട്രപതി ഭരണം ഉടനെ തന്നെ പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന വിലയിരുത്തലാണ് നിലവിൽ ഉണ്ടായിരിക്കുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. നിലവിൽ കേവല ഭൂരിപക്ഷത്തിന് അപ്പുറത്തേക്ക് 37 സീറ്റാണ് BJPക്ക് മണിപ്പൂരിലുള്ളത്. കേന്ദ്ര സർക്കാർ ഭരിക്കുന്നത് BJP ആണ്. എന്നിട്ട് പോലും ഒരു BJP മുഖ്യമന്ത്രിയെ കൊണ്ടുവരാനോ BJP സർക്കാരിന് ഭരണം തുടരാനോ ഒന്നും സാധിക്കാതെ പോകുന്നത് BJP സംബന്ധിച്ചൊരു വലിയ തിരിച്ചടിയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് നാള് ഈ വിഷയം നീട്ടിക്കൊണ്ടു പോകാതെ രാഷ്ട്രപതി ഭരണത്തിലേക്ക് പോകാനുള്ള സാധ്യതയാണ് നിലവിൽ കാണാൻ കഴിയുന്നത്. ജോയ്സ് ഡാനിയലാണ് വിവരങ്ങൾ നൽകിയത്. ഡൽഹിയിൽ നിന്നും മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണത്തിലേക്ക് എന്ന തീരുമാനമാണ് ഒരുപക്ഷെ BJP കൈക്കൊള്ളുക. നിലവിൽ മെയ്തി വിഭാഗത്തിനും കുക്കി വിഭാഗത്തിനും പൊതുസമ്മതനായ ഒരു MLA കാണാൻ കഴിയുന്നില്ല, മുഖ്യമന്ത്രിയെ കാണാൻ കഴിയുന്നില്ല. ബിരേൻ സിംഗിന്റെ പക്ഷം ആഭ്യന്തര തർക്കത്തിലുമാണ് ഈ വിഷയത്തിൽ മറ്റൊരാളെ കണ്ടെത്തുന്നത്.